നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പെരുവന്താനത്താണ്. പെരുവന്താനം എന്ന് പറയുമ്പോഴത്തേക്കും പലർക്കും ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടില്ല. ഞങ്ങൾ ആക്ച്വലി കുമളിയിലേക്കുള്ളൊരു യാത്രയിലാണ്. ഇപ്പോൾ ഓൺ ദ വേ ആണ് പെരുവന്താനം. അപ്പോൾ നല്ലൊരു ലാൻഡ്സ്കേപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഇവിടെ നിർത്തിയെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കുമളിയിലേക്കും തേക്കടിയിലേക്കൊക്കെ പോയിട്ട് കുറേ നാളായി. ഇപ്പോൾ അവിടെ കുറേ ഇപ്പോൾ ടൂറിസം കുറച്ച് ഓപ്പൺ ആയിട്ടുണ്ട്. ഇൻ ദ സെൻസ് ഗവൺമെൻറ് കുറച്ച് റൂൾസൊക്കെ കുറച്ചും കൂടി റിലാക്സ്ഡ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റുള്ള ആളുകൾക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേ ക്യാൻ ട്രാവൽ ടു കേരള ഫോർ 7 days. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഹോട്ടൽസൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടെന്ന് കേട്ടു. അതേപോലെ തന്നെ ആക്ടിവിറ്റീസ് തേക്കടിയിലുള്ള കുറേ ആക്ടിവിറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രക്കിംഗ്, ബോട്ടിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്കൊന്ന് പോകണം. അതേപോലെ ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് ഹോട്ടൽസും ഒന്ന് വിസിറ്റ് ചെയ്യണം. അവരുടെ എന്തൊക്കെയാണ് അവർ പ്രിക്കോഷൻസ് എടുക്കുന്നത്, അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമുക്ക് അവിടെ ചെന്നതിന് ശേഷം കാണാം. അപ്പോൾ ഈറ്റ് ആൻഡ് ട്രാവലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയ്. ഞങ്ങളിപ്പോൾ പുല്ലുപാറയിലാണുള്ളത്. നമ്മൾ നോർമലി ടൂറിസ്റ്റുകളായിട്ടൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കോഫി ബ്രേക്ക് പിന്നെ ടോയ്ലറ്റ് ബ്രേക്ക് കൊടുക്കുന്നൊരു സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ ഒരു 2-3 കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഒരു ചായ കുടിച്ചു. 1-2 ഷോപ്സ് തുറന്നിട്ടുണ്ട്, ബാക്കിയൊക്കെ അടച്ചിട്ടേക്കാണ്. അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, പഴയതിനേക്കാൾ ബെറ്ററാണ്. എന്നാലും ടൂറിസ്റ്റുകൾ വരുന്നതനുസരിച്ച് ഇനി കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. തിങ്സ് ആർ ഗെറ്റിംഗ് ബെറ്റർ ഹിയർ ആക്ച്വലി. നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് റീകൂപ്പ് ചെയ്തെടുക്കണം. ഈ ടൂറിസം തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അപ്പോൾ അതിനുവേണ്ടി ആളുകൾ വരണം. ഈ സമയത്ത് ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഗവൺമെൻറ് പറഞ്ഞ എല്ലാ പ്രോട്ടോക്കോൾസും പാലിച്ചുകൊണ്ട് മാസ്ക് വെക്കുകയും സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ഇരുന്നിട്ട് ആ രീതിയിൽ ആളുകൾ വരിക, വന്ന് കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്ത് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നാലേ ടൂറിസം വളരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൂറിസം മാത്രമല്ല, ടൂറിസം അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇതൊരു നല്ലൊരു ഇതായിരിക്കുള്ളൂ. പേടിച്ച് പുറകോട്ട് മാറേണ്ട കാര്യമില്ല. ആ ഒരു ഇത് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നമ്മളാണ് മുന്നോട്ട് പോയാൽ മതി. അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അത് എല്ലാവരും ഈ ഒരു മെസ്സേജ് എത്തിക്കുക. താങ്ക് യു. ഞങ്ങളിപ്പോൾ പാഞ്ചാലി മേഡിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററാണ് പാഞ്ചാലി മേഡിലേക്കുള്ളത്. ഞാനിതുവരെ പോയിട്ടില്ല, പാഞ്ചാലി മേഡിലേക്ക് പോയിട്ടില്ല. അതൊരു നല്ലൊരു വ്യൂ പോയിന്റ് ആണെന്നാണ് കേട്ടിരിക്കുന്നത്. ഒന്ന് പോയി നോക്കാം, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്നൊരു ചെയ്തു. ഏതായാലും സമയം ഒത്തിരി ഉണ്ട്. ഞങ്ങൾ തേക്കടിയിൽ 2 ദിവസം ഉണ്ടാവും. അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് പോയി നോക്കി അവിടുത്തെ എന്താണ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാം, നിങ്ങളെയും കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ പാഞ്ചാലിമേട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പാർക്ക് പോലെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. പിന്നെ വരുന്ന വഴിക്ക് 1-2 റിസോർട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു, കയറിയില്ല. അപ്പോൾ പാഞ്ചാലിമേട് വന്നിട്ട് നോക്കാമെന്ന് കരുതി എന്താണ് ഇവിടെ ഉള്ളതെന്ന്. ഇത് ഉദ്ഘാടനം ചെയ്തേക്കുന്നത് 2018 ഉദ്ഘാടനം ചെയ്തേക്കുന്നത്. അപ്പോൾ അധികം നാളായിട്ടില്ല ഇത് തുടങ്ങിയിട്ട്. നോക്കാം. ഇത് എൻട്രി പാസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഭുവനേശ്വരി ദേവി ക്ഷേത്രമുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. ഇവിടെ ആയിട്ടാണ് അമ്പലം. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പക്ഷേ നല്ലൊരു വ്യൂ പോയിന്റ് എന്ന് പറയാനേ ഉള്ളൂ. ഇത് പ്രത്യേകിച്ച് വേറെ കാഴ്ചകളും അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു മൊട്ടക്കുന്ന് പോലത്തെ ഒരു സ്ഥലമാണ് ഇത്. പക്ഷേ അത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല റോഡ്സ് ഉണ്ട്, ഒരു കഫറ്റേരിയ ഉണ്ട്, ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ട്. ഈ കഫറ്റേരിയയുടെ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, തമിഴ്നാട്ടിലെ ഒരു ആർക്കിടെക്ചർ ഉണ്ടല്ലോ, ടെമ്പിൾ ആർക്കിടെക്ചർ, ആ ഒരു സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ അമ്പലത്തിരിക്കുന്ന സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു, ഇദ്ദേഹമാണ്. അപ്പോൾ പുള്ളി ഇവിടുത്തെ കഥകൾ പറയായിരുന്നു. അതായത് ഇവിടെ അമ്മ കുടികൊണ്ട സ്ഥലമുണ്ട്, ബാക്കിൽ കാണുന്ന ഒരു ചെറിയൊരു അമ്പലം നിങ്ങൾക്ക് കാണാം. പിന്നെ
വള്ളിയങ്കാവ് എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. പണ്ട് ഇവിടെ ഈ മലയുടെ മുകളിൽ നിന്ന് വള്ളി വഴി താഴത്തേക്ക് പോയിട്ട് അവിടെയാണ് വേറെ അമ്പലം ഉള്ളത്. അവിടെ വരെ പോകാൻ പറ്റും. പോലെ നോക്കാം, കാണാം, അമ്പലം എടുക്കാം. ഭയങ്കര വ്യൂ ആണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. ചുറ്റും മലകളാണ്, കണ്ടോ? ഇവിടുത്തെ അമ്പലമാണ് ഇവിടെ ഈ ബാക്കി കാണുന്നത്, കണ്ടോ? ഇതാണ് ഇവിടുത്തെ അമ്പലം. ആ ഒരു ഇത് കാണുന്നത് പണ്ട് കുടികൊണ്ടിരുന്ന സ്ഥലമാണത്. അപ്പോൾ ഇപ്പോൾ അവിടെ പൂജയും കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ ഇല്ല, അവിടുന്ന് ഇങ്ങോട്ട് ഇതായിട്ട് വെച്ചിരിക്കുന്ന അവിടെ. അത് ശരി. ഇതിന്റെ കൊടിമരമാ ഇത്, അമ്പലത്തിന്റെ കൊടിമരം. അത് ശരി. ഇവിടുന്ന് എല്ലാ വർഷവും താഴോട്ട് ഉത്സവത്തിന് ഈ എഴുന്നള്ളത്തൊക്കെ ഉണ്ടെന്ന്. ഇതിൽ താഴത്തേക്ക് വള്ളിക്കാവിലേക്ക് ആ റോഡ് വഴി അല്ലേ? ഓക്കെ. അപ്പൊ അമ്പലം കാണാന്ന് പറയുമ്പോഴേ ഇവിടുന്ന് 4 കിലോമീറ്റർ ഉള്ളൂ ഈ അമ്പലത്തിലേക്കോ? ബൈ റോഡ് അല്ല, ഈ നമ്മുടെ തെക്കേമല വരെ. തെക്കേമല എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടായി ഈ റോഡ് പോകുന്നത്. ഈ ഇതിലോട്ട് ഇങ്ങനെ വളഞ്ഞ് അതെ ആ റോഡ് കാണിക്കാൻ ഞാൻ. വെറുതെ ഒരു വ്യൂ പോയിന്റിൽ വരുന്നതിനേക്കാൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ഐതിഹ്യങ്ങളും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഇത് മയിൽക്കുറ്റിയാണെന്ന് തോന്നുന്നത് ഇതല്ലേ? ഇതങ്ങനെ പറയുന്നത് പിടിക്കുന്നതാണ്. ഇപ്പം ഞങ്ങൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണി പാളിയാനെ ചെരുപ്പിന് ഇതില്ല, കുറച്ച് ഗ്രിപ്പ് കുറവാണ്. അറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ പോയി. അതെ. ഇതാണ് ഇവിടുത്തെ കൊടിമരം, അമ്പലത്തിൻ്റെ കൊടിമരം. അതുണ്ടോ വള്ളിയാങ്കാവ്? ഏതാ? ആ ചുമല കാണുന്നുണ്ടോ? ഓ, ആ താഴെ അത്രയും താഴെയാണല്ലേ? ആ പാറപ്പുറത്ത് പോകുന്നോ? നമ്മുടെ ഇതിന് ഗ്രിപ്പ് ഇത്തിരി കുറവായതുകൊണ്ടേ അങ്ങ് ആ ദൂരെ കാണുന്ന ആ ഒരു റെഡ് കളറിൽ ഷീറ്റ് ഇട്ടേക്കുന്ന ഒരു ഇത് കണ്ടോ, അതാണ് വള്ളിയങ്കാവ് അമ്പലം. അപ്പോൾ ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ നിന്ന് നേരെ താഴത്തേക്ക് വള്ളി വഴി താഴത്തേക്ക് ഊർന്നു പോയി എന്നുള്ളതാണ് ഐതിഹ്യം. ചേട്ടൻ്റെ വീട് എവിടെയെന്ന് പറഞ്ഞത്? പാറത്തോട്, അതായത് കാഞ്ഞിരപ്പള്ളി. ഓക്കെ. ചേട്ടൻ ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും ഈ അമ്പലത്തിൽ വരുന്ന ആളാണ്? അവിടെയും പോകും. 2 സ്ഥലത്തും പോവാ വെള്ളിയാഴ്ച? അത് ശരി. ഇവിടെ എത്ര മണി വരെ നട തുറന്നിട്ടുണ്ടാവും? ഇവിടെയോ? ഇവിടെ ആള് കൂടുതലുണ്ടെങ്കിൽ ഇപ്പൊ കണ്ടോ. ഓ, അങ്ങനെ ആള് നോക്കിയിട്ടാണോ ഇത് ചെയ്യണത്? അല്ലെ നോർമലി ഒരു ടൈം വെച്ചിട്ട് അവർ ക്ലോസ് ചെയ്യില്ലേ? അല്ലേ? ഇതിപ്പം രാവിലെ മാത്രമേ ഉള്ളൂ, വൈകിട്ടില്ല. ചുറ്റും ഇങ്ങനെ മലയായിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ അല്ലേ? പാഞ്ചാലിമേട്ടിൽ നമ്മൾ ഇനിയിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരുന്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് കുറച്ചും കൂടി എലിവേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ നല്ല കുറച്ചും കൂടി സിനിക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടുള്ള കാഴ്ചകൾ അവിടെ ചെന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ പാഞ്ചാലിമേടിൽ നിന്ന് നേരെ വന്നത് ഇതിപ്പോൾ പരുന്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. പരുന്തുംപാറ എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ പാഞ്ചാലിമേടിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റുള്ള സ്ഥലത്താണ്. അവിടത്തേക്കാളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അടിപൊളി എന്ന് പറയാം. അത്രയും കാറ്റുണ്ട്, നമുക്ക് കാണാം. ഇപ്പം എൻ്റെ സൗന്ദര്യം ചിലപ്പോൾ ശരിക്കും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല, കാരണം അത്രയും കാറ്റുണ്ട് ഇവിടെ. ഉഗ്രൻ വ്യൂ ആണ് ഇവിടുന്ന്. ഇപ്പോൾ എൻ്റെ ഈ സൈഡിലേക്കൊക്കെ നോക്കി ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂവും ഇതൊക്കെ നോക്കി, എന്ത് മനോഹരമാണ് നോക്കി. സോ ബ്യൂട്ടിഫുൾ. കാറ്റാണെങ്കിൽ അതേപോലെ നല്ല ഉഗ്രം കാറ്റാണ് കേട്ടോ ഇവിടെ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഡോറ് തുറക്കാൻ തന്നെ ബുദ്ധിമുട്ട്, അതേപോലത്തെ കാറ്റ് ഇവിടെ. പിന്നെ ഇവിടെ ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുതലാണ് കേട്ടോ. പാഞ്ചാലിമേട് പോലെയല്ല, കൂടുതൽ ടൂറിസ്റ്റുകളുണ്ട് ഇവിടെ. പക്ഷെ ഇങ്ങനെ ശരിക്കും നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കുകയാണ്. പലരും പല സ്ഥലങ്ങളിലായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അടിപൊളി സ്ഥലം അല്ലേ? ഞാൻ സത്യമായിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്.
എത്രയോ പ്രാവശ്യം നമ്മൾ ഇതിൽ തേക്കടിക്കും കുമളിക്കൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഇന്നേ വരെ ഇവിടെ നിന്ന് വന്ന് കയറി പോകണമെന്ന് തോന്നിയിട്ടില്ലായിരുന്നു. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഓ എന്താ കാറ്റ്. അടിപൊളി സ്ഥലം ഉണ്ടോ ശരിക്കും. എന്താ കാറ്റ്. ഇപ്പം ഈ നട്ടുച്ച സമയത്ത് പോലും നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റും ഉണ്ട് ഇവിടെ. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്ന് തോന്നുന്നു. കണ്ടോ അവിടെയൊക്കെ ആളുകൾ വന്ന് നിൽക്കുന്നുണ്ടോ. എങ്ങനെയുണ്ട് സ്ഥലം? നമ്മളുടെ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന സ്ഥലം ഇതൊക്കെ എല്ലാവരും വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. ഇപ്പോൾ തേക്കടിക്കൊക്കെ വരുമ്പോൾ തേക്കടി ഒരു 2 nights ആണ് അവിടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡേ ട്രിപ്പ് ഇങ്ങോട്ട് എടുക്കാം. കിടിലനാണ്, കിടിലൻ സ്ഥലം. എന്താ കാറ്റ്. പരുന്തുംപാറയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇന്നലെ കൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും പുതിയ സ്ഥലങ്ങളൊക്കെ, പുതിയ സ്ഥലങ്ങളൊന്നും അല്ല, പലരും വന്നിട്ടുണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാൻ പുതിയ സ്ഥലം, എന്നെ സംബന്ധിച്ച് പുതിയ സ്ഥലമാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ തേക്കടി, ഞങ്ങൾ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത്. ഹോം റൂട്ട്സ് എന്നാണ് എൻ്റെ പേര്. അതൊരു ബ്യൂട്ടിഫുൾ ബൊട്ടീക്ക് റിസോർട്ടാണ്. അതും ഒരു നല്ലൊരു പൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിക്കാം. അതെ 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 അതെ. ഞാൻ ഒത്തിരി പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ആ റിസോർട്ടിലെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ പതുക്കെ ഇവിടെ നിന്ന് നേരെ തിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യം ടൈം കളയാതെ ഞാൻ അങ്ങോട്ട് പോകാം. പിന്നെ നാളെ ട്രക്കിങ്ങിന് പോകാനായിട്ടുള്ള പരിപാടിയാണ്. പെരിയാർ ടൈഗർ റിസർവിലേക്ക്, അതായത് തേക്കടി വന്യ എന്താണ് തേക്കടി വന്യ, അതാ അതിന് മലയാളത്തിൽ പറഞ്ഞ വന്യജീവി സങ്കേതം. അപ്പം ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചുള്ള യാത്രയിലാണ്. ഇവിടെ പോലീസൊക്കെ വളരെ ആക്റ്റീവാണ് കേട്ടോ. അതായത് മാസ്ക് ഇടാതെ അവിടെയൊക്കെ കറങ്ങി നടക്കുന്നവരെയൊക്കെ പിടിച്ച് വാൺ ചെയ്യുന്നുണ്ട്. ഫൈനൊന്നും കൊടുക്കുന്നില്ല, വാണിംഗ് കൊടുക്കുന്നുണ്ട് എല്ലാവരെയും. അവർ വളരെ ആക്റ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ ഇവിടെ ആളുകളുണ്ട്. ഇവിടെ വന്നാലും സേഫാണ്. രാഷേ, നമുക്ക് ഇനി പോകേണ്ട വേറൊരു സ്ഥലമുണ്ട്. ഏതാണെന്നറിയോ? അരുവിക്കുഴി. അരുവിക്കുഴി എന്ന് പറയുന്നത് അനക്കര അടുത്താണ്. അനക്കര, അതായത് എൻ്റെ വൈഫ് ഹൗസിൻ്റെ വീടിനടുത്തായിട്ട്. അവിടെ ഒരു പുതിയൊരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട്, ടൂറിസം പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഓൺലൈൻ ഉദ്ഘാടനം കഴിഞ്ഞു. അതിൻ്റെ അരുവിക്കുഴി എന്ന് പറയുന്ന ഒരു വാട്ടർഫോളാണ് അവിടെ. അപ്പോൾ അതിനടുത്ത് തന്നെ ആയിട്ട് അവരൊരു നല്ലൊരു പാർക്ക് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, റെസ്റ്റോറൻറ്റൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷെ പാർക്കൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളാണെന്ന് പറഞ്ഞത്. നമുക്ക് അങ്ങോട്ട് പോവാം. അതിലൊരു നല്ലൊരു അരുവിയുണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടി. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ നാളെ പോകാം. നാളെ ട്രക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അതെ അങ്ങോട്ട് വിടാം. അരുവിക്കുഴി അവിടെ നോക്കി കഴിഞ്ഞാൽ മറ്റേ തമിഴ്നാട് ഇതൊക്കെ കാണാൻ പറ്റും. കമ്പംമേട്ട് ഇതെല്ലാം കാണാം. അപ്പോൾ ഞങ്ങളിവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഫ്രണ്ടിൻ്റെ റിസോർട്ടാണ്. ഇതാണ് ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ. കണ്ടോ, ഈ കാണുന്നതാണ് പുള്ളിയുടെ റിസോർട്ട്. കാണാവോ? ഓക്കെ.
അപ്പോൾ ഇതാണ് നമ്മളുടെ ഹോം റൂട്ട്സ് ബൊട്ടീക്ക് റിസോർട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ റെസ്റ്റ് എടുക്കാനുള്ള പരിപാടിയാണ്. കാരണം നാളെ ഇനി ഏർലി മോർണിംഗ് നമുക്ക് ട്രക്കിങ്ങിന് പോകാനുള്ളതാണ്. അപ്പോൾ ഒരു ലോങ് ഡ്രൈവ് കഴിഞ്ഞ് വന്നുകൊണ്ട് ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. നാളെ നമുക്ക് കാട്ടിലേക്കുള്ള യാത്രയാണ്. കാട്ടിലെ കാഴ്ചകളെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ടിൽ ദെൻ, ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ beautiful videos. Bye bye.